ഇന്നത്തെ വീഡിയോയിലെ മുട്ട റോസ്റ്റാണ് കേട്ടോ. ഇന്ന് പത്തിരിയിലേക്ക് ഞങ്ങൾക്ക് മുട്ട റോസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നിങ്ങളൊക്കെ തയ്യാറാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്, എന്നാലും ഞാനൊരു വീഡിയോ എടുത്തിടാമെന്ന് കരുതിയത്. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലാണ് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തത്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറിയൊരു ഉരലുണ്ട്, അതിലൊന്ന് കുത്തിയെടുത്തിരുന്ന്. പിന്നെ തക്കാളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പം നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യത്തിന് ഇട്ടത് കേട്ടോ. അതിനൊരു കണക്കൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ അളവൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് അന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി, എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാവും തയ്യാറാക്കുന്ന അറിയാം. ഞാനൊരു സാധാരണ വീട്ടമ്മ കേട്ടോ, വലിയ ആർഭാടങ്ങളൊന്നുമുള്ള അടുക്കളയൊന്നുമല്ല എൻ്റേത്. പിന്നെ ഇതാ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ മുട്ടയൊക്കെ പുഴുങ്ങിയതൊക്കെ എടുത്ത് തോട് പൊളിച്ചതിന് ശേഷം അതൊക്കെ അതിലേക്ക് ഇടണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറച്ച് പത്തിരി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു രാവിലെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് മുട്ട റോസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് തിളച്ച് വരാം. മുട്ട അങ്ങനെ പൊട്ടിച്ചെടുത്ത് മുറിച്ചെടുത്തതിന് ശേഷം ഉള്ളിന്ന് അതിലേക്കൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിയുടെ ചാറൊക്കെ അതിലേക്ക് ആക്കി കൊടുക്കണേ. അതൊക്കെ ആക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് 2 കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഇപ്പം ഒന്നും കൂടി ഇട്ട് തിളച്ച് കഴിഞ്ഞ് അടച്ച് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ അത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഗരം മസാലേൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. ഇന്നത്തെ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളും കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ പോരൂ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ എന്താ പറയുക എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.